തെരഞ്ഞെടുപ്പ് ഏതാണ്ട് 13 മണിക്കൂറിലേക്ക് നീങ്ങാം. പല സ്ഥാനാർത്ഥി മോഹികളും രംഗത്ത് വരുന്നു. തിരുവനന്തപുരത്ത് നിന്ന് ഇപ്പോൾ പുതിയ വാർത്ത, UDF CP ജോണിന് അനുവദിച്ച സീറ്റ് അത് ശിവകുമാറിന് വേണം എന്ന് അദ്ദേഹം വളരെ ശക്തമായിട്ട് നേതൃത്വത്തിന് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നുവെച്ചാൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പുതിയൊരു സമരമുഖം തുറന്ന ഒരവസ്ഥയിലെത്തിയിരിക്കുകയാണ്. കാരണം വാർത്ത വരുന്നതിന് പിന്നിലെ വാർത്ത ഇതാണ്: ശിവകുമാർ BJPയുമായിട്ട് സംഭാഷണം നടത്തിയിരിക്കുന്നു എന്നാണ്. ഇതെങ്ങനെ മുന്നോട്ട് പോകും, എന്തായിരിക്കും അതിൻ്റെ ഒരു പര്യവസാനം? തീർച്ചയായിട്ടും വളരെ കൗതുകമുള്ളൊരു വാർത്തയായിട്ട് ആളുകൾ കണക്കാക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. വാർത്ത വരുന്നത് വടക്കുനിന്നും തെക്കുനിന്നും പൊട്ടിത്തെറി. അത് സുധാകരനുമായിട്ട് സംസാരിച്ച് രമേശ് ചെന്നിത്തല വീണ്ടും സുധാകരൻ വഴങ്ങുന്ന ഒരു ലക്ഷണമില്ല. ഇന്നിപ്പം ഉച്ചയാകുമ്പോഴത്തേന് ഇലക്ഷൻ്റെ തീയതി പ്രഖ്യാപിക്കും. അപ്പം ആദ്യം ഞങ്ങൾ തീരുമാനിക്കും, ആദ്യം ഞങ്ങൾ നേടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് 3 പാർട്ടികൾ നിന്നതിനകത്ത് ഇതുവരെയും വ്യക്തത വരുത്തി സ്ഥാനാർത്ഥി നിർണയം ഒരു പാർട്ടികളും പുറത്തു വന്നിട്ടില്ല. അത് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പല നിയമസഭാ മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികൾ ഇന്നാളായിരിക്കുമെന്ന് ഉറപ്പുള്ളവർ ഇറങ്ങി പ്രവർത്തനം നടത്തുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. തിരുവനന്തപുരം ഉൾപ്പെടെ, പത്തനംതിട്ട ജില്ല ഉൾപ്പെടെ പലതുമുണ്ട്. പക്ഷേ ഇപ്പം ഇതിനകത്തൊരു പ്രശ്നമെന്ന് പറഞ്ഞാൽ, തിരുവനന്തപുരത്ത് ഉള്ള പ്രശ്നമെന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം കോൺഗ്രസ്സിന് കിട്ടാക്കനിയായി നിൽക്കുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇപ്പോഴത്തെ രാഷ്ട്രീയം പരിശോധിക്കും. ഒരു കാലത്ത് കോൺഗ്രസിൻ്റെ കേന്ദ്രമായിരുന്ന തിരുവനന്തപുരം ഇപ്പോൾ കോൺഗ്രസ് 3ാം സ്ഥാനത്ത് നിൽക്കുന്നു എന്നുള്ള രീതിയിലേക്ക് നമ്മൾ ചിന്തിക്കേണ്ടി വരും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.